ബി.ജെ.പിക്ക് മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പണി കുറേ കാലമായി ഇന്ത്യയിലെ പ്രതിപക്ഷം ചെയ്യുകയാണ്. മണിശങ്കർ അയ്യർ പറഞ്ഞു മോദി ചായ അടിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞു. ചായക്കടക്കാരൻ എന്നുള്ള പരിവേഷം അത് ചായ് പേ ചർച്ചകളിലൂടെ മോദി ബി.ജെ.പി അത് വിറ്റ് കാശാക്കി. പിന്നെ ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞു. അങ്ങനെ രാജ്യത്തിൻ്റെ ചൗക്കിദാർ എന്ന തരത്തിലേക്ക് മോദി എമർജ് ചെയ്ത് വന്നു. ഇപ്പോൾ ഇതാ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി കേസുകളിലെ പ്രതിയായ ഒരാൾ ലാലു പ്രസാദ് യാദവ് ഇന്നലെ ബീഹാറിൽ നടന്ന അവരുടെ റാലിയിൽ പറഞ്ഞിരിക്കുന്നു കുടുംബമില്ലാത്തവനാണ് മോദി. അപമാനിക്കാൻ പറഞ്ഞാണ്. മോദി ഇപ്പോൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഭാരതമാണ് എൻ്റെ കുടുംബം, ഭാരതീയരാണ് എൻ്റെ കുടുംബാംഗങ്ങൾ. മോദി കാ പരിവാർ എന്നുള്ള പുതിയ കാമ്പയിനുമായി ഈ തെരഞ്ഞെടുപ്പിലേക്ക് ബി.ജെ.പി വരികയാണ്. എന്ത് തോന്നുന്നു? അവർക്ക് നന്ദി പറയണം പ്രതിപക്ഷത്തിന്. കാരണം എപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒരു പോഴത്തം പറയും. ആ പോഴത്തത്തിൽ നിന്നാണ് വിജയിക്കാനുള്ള ഫോർമുല മുദ്രാവാക്യമൊക്കെ കിട്ടുന്നത്. മോദി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാന സേവകൻ മാത്രമാണ് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കുടുംബമില്ലാതിരിക്കുക എന്നുള്ളത് എത്ര നല്ലതാണ് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അളിയന്മാരൊന്നുമില്ലല്ലോ ശുപാർശകളുമായിട്ട് വരാൻ. പക്ഷെ അവർ കുടുംബമില്ലാത്തവരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെയും ഒക്കെ ആക്ഷേപിക്കാൻ പറഞ്ഞ കുടുംബത്തിൽ പറക്കാത്തവരെന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെ ആയിരിക്കില്ലേ പറഞ്ഞത്? ആക്ഷേപിക്കുകയാണ്, ഒരാളെ നിന്ദ്യമായി ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ലാത്തവരാണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോ അത് അദ്ദേഹം മറ്റേ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണല്ലോ പോയത്. എത്ര പെട്ടെന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് എന്തൊരു ആൾക്കൂട്ടം വരേണ്ടതാണ് ആ വീട്ടിലല്ലേ? അദ്ദേഹം എത്ര ലളിതമായിട്ടാണ് അത് കൈകാര്യം ചെയ്തത്. അദ്ദേഹം രായ്ക്ക് രാമായണം എന്നാണല്ലോ നമ്മൾ പറയുക, ശവദാഹമൊക്കെ നടത്തേണ്ടത്. അങ്ങനെ നടത്തി അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് പോയി. അല്ലാതെ 4-5 ദിവസത്തെ അവധി എടുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അദ്ദേഹത്തിന്. മാത്രമല്ല ഈ എത്ര ഊർജവും എത്ര മണിക്കൂറുകളുമാണ് അദ്ദേഹം ഭാരതത്തിന് വേണ്ടി ചെലവാക്കുന്നത്. അത് ഈ ഒറ്റാന്തടി ആയതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്. നമ്മൾ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ രാമനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ 11 ദിവസത്തെ വ്രതവും എടുത്ത് ഓടി നടക്കുന്നത് കണ്ടു. അദ്ദേഹം ശരിക്കും ലോകം ചുറ്റുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, അതും ഇവരെ ആരോപണമായിട്ട് പറയാറുണ്ടെങ്കിൽ. കാര്യം പറയുമ്പോഴോ ഞാൻ പെട്ടെന്ന് ഓർത്തൊരു കാര്യം സാറിന് ശ്രദ്ധപ്പെടുത്തുക, അതാണ് ഞാൻ ഇടപെട്ടത്. അതായത് ഈ കുടുംബം ഇല്ലാത്ത ആളാണ് മോദി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്, നമ്മൾ ഇന്ത്യ മുന്നണി എന്നുള്ളൊരു തട്ടിക്കൂട്ട് സാധനമാണ്. അത് ചില കുടുംബങ്ങളല്ലേ സാർ? ആണല്ലോ. കാശ്മീരിൽ മുഫ്തി അബ്ദുള്ള കുടുംബം, പിന്നെ രാഹുൽ ഗാന്ധിയുടെ കുടുംബം, സ്റ്റാലിന്റെ കരുണാനിധിയുടെ കുടുംബം, ചന്ദ്രശേഖറിന്റെ കുടുംബം, എൻ.ടി.ആറിന്റെ കുടുംബം, അകാലിദൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലില്ല. എന്നാൽ ഇന്ത്യ മുന്നണിയിലുള്ള പാർട്ടികളെല്ലാം ഒരു കുടുംബ പാർട്ടികളാണ്. അതെ, അത് കുടുംബാധിപത്യം എത്രയോ യുഗങ്ങളായി. അപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ 6-7 കുടുംബങ്ങൾ ചേരുന്നതാണ് ഇന്ത്യ മുന്നണി. ഇന്ത്യയിലെ പ്രതിപക്ഷ മുന്നണി. ഈ നെഹ്റുവിന്റെ ഒക്കെ കാര്യം നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ, നെഹ്റു കുടുംബം പറഞ്ഞിട്ട് തന്നെ BR എന്താ നെഹ്റൂസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയുണ്ട്, ഓക്സ്ഫോർഡ് പബ്ലിഷ് ചെയ്തത്. അത് ആ കുടുംബം പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഇയാൾ കുറേ മാന്യനാണെന്ന് തോന്നുന്നു. ഒരുപാട് സത്യം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും മോത്തിലാൽ നെഹ്റുവിനൊരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് തന്നെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഗ്രൂം ചെയ്യാണ്. പല സമയത്തും വേണ്ട സമയത്ത് ഈ സുഭാഷ് ചന്ദ്രബോസിനെ തള്ളിക്കളയുക, ജിന്നയെ തള്ളിക്കളയുക, പട്ടേലിനെ മേക്കിംഗ് ഓഫ് എ PM ആണ് ഗാന്ധിയുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നെഹ്റുവിനെ. മറ്റേ പട്ടേലിന്റെ പേര് PCCകൾ മുഴുവൻ പറഞ്ഞിട്ട് നെഹ്റുവിനെ എടുക്കുകയാണല്ലോ. മാത്രമല്ല ഈ ബ്രദേഴ്സ് അഗൻസ്റ്റ് ദ രാജ് എന്ന് പറഞ്ഞിട്ട് ഗോർഡൻ എഴുതിയ ഈ സുഭാഷ് ചന്ദ്രബോസിനെയും ശരത് ചന്ദ്രബോസിനെയും തമ്മിലുള്ള പുസ്തകത്തിൽ ഗാന്ധിയും മറ്റേ ബോസും തമ്മിലുള്ള കത്തിടപാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ 2 വള്ളങ്ങളിലായിരിക്കും സഞ്ചരിക്കുന്നത്, സമാന്തരമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നെഹ്റു തള്ളിക്കളയുന്നുണ്ട്. ഈ ഹരിപുര കോൺഗ്രസ് കഴിയുമ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആവുകയാണല്ലോ AICC. അദ്ദേഹത്തിന് വേണ്ട സഹകരണമൊന്നും ഗാന്ധി കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്?
ഗാന്ധിക്ക് വേണ്ടത് നെഹ്റുവിനെയാണ്. അല്ല സാർ, ഇപ്പോൾ ഈ മോദിക്ക് കുടുംബം ഇല്ല എന്ന് ആക്ഷേപിച്ച ഈ കുടുംബ പാർട്ടികൾക്ക് എന്ത് കുടുംബ പാരമ്പര്യമാണ് പറയാനുള്ളത്? കട്ടുമുടിച്ചതിൻ്റെ അല്ലാതെ. അതെ, കൊള്ള. അതായത് നമ്മുടെ ഈ സാധാരണഗതിയിൽ വംശാധിപത്യം വരുന്നത് എങ്ങനെയാണ്? ആ രാജ്യത്തിൻ്റെ സ്വത്ത് കുടുംബത്തിൽ വെച്ച് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതെ അതെ. ചില സമുദായങ്ങളിൽ പോലും മൂത്തയാൾ മാത്രം സ്വസമുദായത്തിൽ നിന്ന് കല്യാണം കഴിക്കുക ഈ സ്വത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് ബ്രഹ്മസ്വം എന്ന് പറഞ്ഞിട്ട് സ്വത്ത് ചില ആളുകൾ കൈവശം വെക്കില്ലേ? അതുപോലെ ഇന്ത്യയെ, അതായത് നെഹ്റു പ്രധാനമന്ത്രിയാകുന്ന ദിവസം രാവിലെ എന്തുകൊണ്ടാണ് ചക്രവർത്തിയായിട്ട് അദ്ദേഹത്തെ പൂജാരിമാർ വന്ന് അഭിഷേകം ചെയ്തത്? കാരണം അദ്ദേഹം ഒരു വംശസ്ഥാപനം നടത്തുന്നു എന്നാണല്ലോ. അതെ അതെ. ഇന്ത്യയുടെ ഭരണവംശം, നെഹ്റു വംശം. മോദിയെ കുറിച്ച് ഇത്രയും ആക്ഷേപകരമായി സംസാരിച്ച ലാലുവിന്റെ കുടുംബം എങ്ങനെയാണ് സാർ? ലാലുവിന്റെ കുടുംബം അദ്ദേഹം എത്ര കാലമായിട്ട് ജയിലിലാണ്. കാലിത്തീറ്റ കുംഭകോണത്തില് എന്ത് വൃത്തികേടാണ്. ഭാര്യനെ പിടിച്ച് റാബ്രി ദേവിയെ മറ്റേ മുഖ്യമന്ത്രിയാക്കി. ആ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പാട്നയിൽ അന്നൊരു ലേഖകനുണ്ടായിരുന്നു, കനയ്യ ബെലാരി എന്ന് പറഞ്ഞിട്ട്. ഡെസ്കിൽ ഞാനും ഗോപകുമാര മേനോൻ എന്ന് പറഞ്ഞിട്ട് രാത്രി, ഇത് രാത്രിയാണ് സംഭവിക്കുന്നത്. അപ്പൊ രാത്രി ഇനി റാബ്രി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് ബെലാരി വിളിച്ചിട്ട് നിങ്ങൾ ലാലുവിനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങോട്ട് കൈമാറി. അദ്ദേഹം നേരിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് ലാലുവായിട്ട് സംസാരിച്ചു. മറ്റേ ഭാര്യയായിരിക്കും ഇനി എന്ന് പറഞ്ഞ് നമ്മളുടെ ഒരു എക്സ്ക്ലൂസീവ് പോലെയായിരുന്നു അത്, റാബ്രിയാണ് എന്നുള്ളത്. അതെന്താന്ന് വെച്ചാൽ ആ കനയ്യ ബെലാരി എന്ന് പറഞ്ഞ ആളും ലാലുവും ഒരേ കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിൽ ഉണ്ടായിരുന്നവരാണ്. ഈ ഞാൻ പിന്നീട് പാട്നയിൽ പോയിട്ട് കനയ്യ ബെലാരി ഒരിക്കൽ ഈ റാഞ്ചിയിലേക്ക്, പട്നയിൽ നിന്ന് റാഞ്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ ലാലു പോകുമ്പോൾ ആ ഹെലികോപ്റ്ററിൽ എന്നെയും കയറ്റി വിട്ടു. ഈ നേതാവിൻ്റെ കൂടെ എന്ന് പറഞ്ഞ പരിപാടിക്ക് വേറെ ആരും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. വഴിക്ക് വെച്ചൊരു JMM ഒരു നേതാവ് അതിൻ്റെ അകത്ത് കയറി, ഒരു മൊണ്ടൽ എന്ന് പറഞ്ഞൊരാൾ. മറ്റേ അവിടെ പോയി പ്രസംഗമൊക്കെ. അപ്പോൾ അത്രയും സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ കൂടി വന്ന ലാലു അഴിമതി, ഏറ്റവും വലിയ കള്ളന്മാരിലൊരു അഴിമതി അയാളാണ് മോദിയുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ കാശ്മീരിലെ കുടുംബം, കാശ്മീരിൽ ഭരണം നടത്തി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഷെയ്ഖ് അബ്ദുള്ളയുടെ കുടുംബം. ഈ ഷെയ്ഖ് അബ്ദുള്ളയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ ഭീകരവാദമൊക്കെ ഊട്ടി വളർത്തിയ കുടുംബമാണ്. അതെ അതെ. നെഹ്റു അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചിരുന്നതും നിലനിർത്തിയിരുന്നതും ഒക്കെ വളരെ സംശയാസ്പദമാണ്. ഈ ഷെയ്ഖ് അബ്ദുള്ളയും നെഹ്റുവും അർദ്ധ സഹോദരന്മാരാണെന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. കാരണം പ്രായം, ജനിച്ച വർഷം, അങ്ങനെ സാമ്യം, രൂപത അതുണ്ട്. പക്ഷെ നെഹ്റുവിന്റെ വീട്ടിൽ വന്ന് താമസിക്കും. പക്ഷെ പല ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ സാധ്യത ഞാൻ കണ്ടിട്ടില്ലെങ്കിലും വേറൊരെണ്ണം ഒരുപോലെ ഉണ്ട്. ആ കുടുംബമായി ബന്ധപ്പെട്ട് വേറൊരെണ്ണം ഒരു പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ ലോറൻസ് ഓഫ് അറേബ്യയുടെ വെപ്പാട്ടിയായിരുന്ന സ്ത്രീ ആണ് ഫറൂഖ് അബ്ദുള്ളയുടെ ഭാര്യയായത് പിന്നീട്. അങ്ങനെ വായിച്ചിട്ട് നല്ല കുടുംബമാണ്. അതെ. അപ്പൊ അവർക്കും മോദിയെ കുറ്റം പറയാൻ യോഗ്യതയാണ്, പരമയോഗ്യതയാണ്. മുഫ്തിയുടെ കുടുംബം നമുക്കറിയാലോ. അതായത് വളരെ സംശയാസ്പദമായ പാരമ്പര്യമുള്ള ആളാണ് ഈ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയുന്നത്. അയാള് ബ്രിട്ടീഷുകാരനായിട്ട് സ്പൈ ആയിരുന്നു. അതെ, അറബ് രാജ്യങ്ങളിലൊക്കെ നടന്നിരുന്ന ഒരാളാണ്. അയാള് ഈ പറഞ്ഞ പോലെ കശ്മീർ ഭാഗത്ത് വന്ന് താമസിച്ചിട്ട് അവിടെ ഒരു ഹോട്ടൽ ഉടമസ്ഥന്റെ, താമസിച്ചിരുന്ന ഹോട്ടലിന്റെ ഉടമസ്ഥനുമായിട്ട് ബന്ധം വരികയാണ്. ആ സ്ത്രീയാണ് ഈ ഫറൂഖ് അബ്ദുള്ള പിന്നീട് കല്യാണം കഴിക്കുന്നത്. അപ്പൊ മോദിയെ കുറ്റം പറയാൻ സർവ്വതാ യോഗ്യനാണ്. അതിലെ മകനാണ് ഈ ഒമർ അബ്ദുള്ള. ഒമർ വിവാഹം ചെയ്തത് പൈലറ്റിന്റെ കുടുംബത്തിൽ നിന്നാണല്ലോ, നമ്മുടെ സച്ചിൻ പൈലറ്റിന്റെ സഹോദരി. ആ വിവാഹം ഇപ്പോ അത്ര സുഖകരമല്ല എന്നാണ് ഞാൻ വായിക്കുമ്പോ മനസ്സിലാകുന്നത്. തമിഴ്നാട്ടിലേക്ക് അവിടുത്തെ കുടുംബം അങ്ങനെയുണ്ട്. അയ്യോ, അത് പിന്നെ പല ഈ മോദിക്ക് കുടുംബം ഇല്ല എന്ന് പറയുമ്പോ അത് വലിയ കുടുംബമാണല്ലോ. 4 ഭാര്യമാരും ഒക്കെ കരുണാനിധിക്ക്.
ഒന്നിൽ കൂടുതലും. അതെ അതെ അദ്ദേഹം ഇന്ന് വൈകുന്നേരം എവിടെയാണ്, ഞാൻ അവിടെ എൻ്റെ ഒരു ഒന്നാം ഊഴം രണ്ടാം ഊഴം വെച്ച് നടന്ന പാർട്ടിയാണ്. അവിടെ USIS മനോരമയിൽ ഉണ്ടായിരുന്ന ഫിന്നി ജേക്കബ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് വലിയ ഓഫീസറായിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നൈ പോകുമ്പോൾ അദ്ദേഹം കാണാൻ വരും. അപ്പോൾ അദ്ദേഹം US ഒഫീഷ്യൽ എന്നുള്ള നിലയ്ക്ക് ഇടയ്ക്ക് ഈ കരുണാനിധിയെ കാണാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ചിട്ടാണ് പോകുന്നതെന്ന് അദ്ദേഹം എന്നോടൊരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു. ഇന്ന് വൈകുന്നേരം അദ്ദേഹം ഗോപാലപുരത്തായിരിക്കുമോ മറ്റേ സ്ഥലത്തായിരിക്കുമോ എന്നൊക്കെ. ഇപ്പോൾ നമ്മുടെ അണ്ണാമലൈ ഒരു DMK പേപ്പേഴ്സ് ഒരു അഴിമതി കണക്ക് പുറത്തു വിട്ടിരുന്നു. എത്രയാ, 10,000 കോടിയോ? അവിടുത്തെ ധനമന്ത്രിയായിരുന്ന ഹാർവാർഡ് എഡ്യൂക്കേറ്റഡ് ധനമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രൗഢിയായിട്ടും ആർഭാടമായിട്ടൊക്കെ കൊണ്ടുവന്നാണ്. അയാളും ഉദയനിധിയൊക്കെ ആയിട്ടുള്ള കോടികളുടെ ആയിരക്കണക്കിന് കോടികളുടെ അത് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അണ്ണാമലൈ പുറത്തു വിട്ടത്. അപ്പൊ അതും ബെസ്റ്റ് കുടുംബമാണ്, നല്ല കുടുംബമാണ്. NTRന്റെ കുടുംബം. NTR തന്നെ പിന്നെ പ്രായമായി പല ശേഷികളും നഷ്ടപ്പെട്ടു എന്നൊക്കെ ആളുകൾ സംശയിച്ചിരിക്കുമ്പോഴാണ് ഹരികഥാ കാലക്ഷേപത്തിന് അറിയപ്പെടുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്തത്. ഹരികഥാ കാലശേഷത്തിനിടെ പുള്ളി മരിച്ചും പോയി. അദ്ദേഹം പുലർച്ചെ 3:30-4 മണിക്കൊക്കെയാണ് അഭിമുഖത്തിന് വരാനൊക്കെ പറഞ്ഞിരുന്നത്. ദീർഘമായ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പലതരം ഡ്രസ്സുകൾ ധരിക്കുക, കാവ്യ കൊടുത്ത് ശ്രീരാമന്റെ വേഷത്തിൽ നടക്കുക, അങ്ങനെയൊക്കെ നടക്കും. ഇതിപ്പോ നീ പറയാൻ ഒരു കുടുംബം കൂടെ ഉണ്ട്, ചന്ദ്രശേഖർ റാവുവിന്റെ കുടുംബം, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആളാണ്. അത് മറ്റേ മദ്യ അഴിമതി, മകളെ കവിത എപ്പോ ജയിലിൽ പോകുന്നറിയില്ല. അതെ, ആപ്പ് അഴിമതിയില് മറ്റേ ഇയാള് തന്നെ ആപ്പിന്റെ നേതാവ്, അയാള് തന്നെ പലപ്പോഴും ED വിളിച്ചിട്ട് ഹാജരായിട്ടില്ല. ഇപ്പതാ ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ഈ അഴിമതിക്കെതിരെ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ ആപ്പ് ഡൽഹിയിൽ ഓഫീസ് ഉണ്ടായിരിക്കുന്നത് പൊതുസ്ഥലം കയ്യേറിയാണ്. ഈ മാസം 15-നകം ഒഴിഞ്ഞു പോകാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. കേജ്രിവാളിനോട് പറഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ട്? ഒന്നാം തരം കുടുംബം, അയാളുടെ ഒരു മന്ത്രി, ഉപമുഖ്യമന്ത്രി ജയിലിലാണ്. ഒരു മന്ത്രി, വേറൊരു മന്ത്രി നേരത്തെ പോയി. ഇയാൾ എപ്പോ പോകുമെന്ന് അറിയത്തില്ല. അതുപോലെ കവിത ആ കേസിൽ എന്തായാലും പിടിക്കപ്പെടുമല്ലോ, കാരണം പ്രതിപട്ടികയിലുള്ളതാണ്. ഈ കേജ്രിവാളിനെ തന്നെ എപ്പോഴും അത് മറ്റേ അണ്ണാ ഹസാരെ അഴിമതി വിരുദ്ധനായ അദ്ദേഹത്തിന്റെ കൂടെ ചാരി നിന്ന് ഫ്ലൂക്കിന് രാഷ്ട്രീയത്തിൽ കടന്നു വന്ന് മുഖ്യമന്ത്രിയായാണ് അദ്ദേഹം. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു, ഷീലാ ദീക്ഷിത് 3 തവണയൊക്കെ. പക്ഷെ ആ പോക്കും ശരിയല്ല. ചന്ദ്രശേഖർ റാവുവിന്റെ കുടുംബം, അപ്പോൾ കുടുംബം ഉള്ളതാണോ ഇല്ലാതിരിക്കുന്നതാണോ? നമ്മുടെ തന്നെ പാരമ്പര്യത്തിൽ ഇത്തരം ആളുകളെയാണല്ലോ ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവർ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ കേരളത്തിലെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ചർച്ചയുടെ കാര്യം ഡൽഹിയിൽ പോയിരുന്ന ഒരാൾ പറയുമ്പോൾ എന്നോട് പറഞ്ഞു, രാത്രി 11:30-ക്കാണ് ചർച്ച തുടങ്ങിയത് സ്ഥാനാർത്ഥി പട്ടികയുടെ, മോദി വന്നിട്ട് 3:30 തീർന്നത്. അത് ഞാൻ ന്യൂസിൽ കണ്ടു, ഏതോ ഒരു ചാനലിൽ കണ്ടത്. 3:30-ക്കാണ് തീർന്നത്. ഇങ്ങനെയാണ് അദ്ദേഹം. അത് കഴിഞ്ഞും അദ്ദേഹം ചിലപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ചടങ്ങിലേ ഉറക്കമില്ലാത്ത. ഏതായാലും സാർ, ഇതിപ്പോ മോദിക്ക് കുടുംബമില്ല എന്ന് ലാലു പ്രസാദ് യാദവ് മോദിയുടെ കുടുംബം മോശമാണെന്ന് ആക്ഷേപിച്ച ആളുകളുടെ കുടുംബത്തിന്റെ ഒരു നഖചിത്രമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏതായാലും BJP ഈ തെരഞ്ഞെടുപ്പിൽ ലാലു പ്രസാദ് യാദവിൻ്റെ വായിൽ നിന്ന് വന്ന കുടുംബം എന്ന ആക്ഷേപം, മോദി കാ പരിവാർ, മോദിയുടെ കുടുംബം ഭാരതമാണ് എന്ന തരത്തിൽ ക്യാമ്പയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ലാലു പ്രസാദ് യാദവിന് മോദി, BJP നന്ദി പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.